ദൈവപിതാവിൻ്റെ സ്വർഗീയ ആരാമത്തിൽ വേലക്കാരാകുവാനുള്ള ക്ഷണമാണ് ഓരോ ദൈവവിളിയും. തൻ്റെ അനന്തപരിപാലനയുടെ അദൃശ്യകരങ്ങളാകുവാനും നിത്യരക്ഷയുടെ മഹനീയ കൂടാരത്തിലേക്ക് സകല മനുഷ്യാത്മാക്കളെയും ആനയിക്കുവാനും ദൈവം അനേക അഭിഷിക്തരെ പ്രത്യേകമായി തെരഞ്ഞെടുക്കുന്നു. ജനനത്തിനു മുൻപ് തന്നെ സ്വർഗീയ മുദ്ര പതിക്കപ്പെട്ടിരിക്കുന്ന അവരെ ഓരോരുത്തരെയും കാലത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവം തൻ്റെ ഉദ്യാനത്തിലേക്ക് ആനയിക്കുന്നു. ബഹുമാനപ്പെട്ട ജോർജ് കുറ്റിക്കലച്ചൻ ഈ ലോകത്തിനു മുന്നിൽ അദ്വിതീയനായ ഒരാത്മീയ പ്രതിഭയാണ്. വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും മാതൃക കൊണ്ടും ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചു മുന്നേറുന്ന അദ്ദേഹം സവിശേഷമായ തേജസ്സോടെ നമുക്കിടയിൽ ജീവിക്കുന്നു. MCBS സഭാംഗമായ ബഹുമാനപ്പെട്ട കുറ്റിക്കലച്ചൻ താൻ രൂപീകരിച്ച ആകാശപ്പറവകളുടെ കൂട്ടുകാർ എന്ന സമാനതകളില്ലാത്ത കൂട്ടായ്മയിലൂടെ ഇന്ന് ലോകപ്രശസ്തനാണ്. ദൈവം ആഗ്രഹിച്ച വഴികളിലൂടെ വിശുദ്ധിയോടെ നീങ്ങുവാൻ തന്നെ സഹായിച്ച കുടുംബാംഗങ്ങളെ ബഹുമാനപ്പെട്ട കുറ്റിക്കലച്ചൻ ഏറെ സ്നേഹത്തോടെ സ്മരിക്കുന്നു. ഒരു യഥാർത്ഥ പ്രേക്ഷിതനായി ഉയർന്നുവരുന്ന ഓരോ വ്യക്തിക്കും പിന്നിൽ ദൈവനിയോഗിതമായ ഒരു കുടുംബ സാഹചര്യവും ഉണ്ടാകുമെന്ന് ഈ അനുഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. തന്റെ സെമിനാരി കാലഘട്ടത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട കുറ്റിക്കലച്ചൻ പങ്കുവയ്ക്കുന്നത് ഏറെ ദീപ്തമായ സ്മരണകളാണ്. ആ കാലഘട്ടത്തിന്റെ പ്രത്യേകമായ സാഹചര്യങ്ങൾ അനേക സെമിനാരി വിദ്യാർത്ഥികളെ ദൈവവിളിയിൽ നിന്ന് പിന്തിരിപ്പിച്ചപ്പോഴും തന്നെയും ചില സുഹൃത്തുക്കളെയും ദൈവം പ്രത്യേകമായ ബോധ്യങ്ങൾ നൽകി വളർത്തിയിരുന്നതായി അദ്ദേഹം ഓർമ്മിക്കുന്നു. ബഹുമാനപ്പെട്ട ജോർജ് കുറ്റിക്കലച്ചൻ്റെ ജീവിത വീഥികളിൽ ഉടനീളം ദൃശ്യമാകുന്ന ചില സവിശേഷതകളുണ്ട്. തനിക്കുമേലുള്ള ദൈവനിയോഗം അദ്ദേഹം തിരിച്ചറിഞ്ഞ നാളുകളിൽ മുതൽ ഒട്ടേറെ പേർ അദ്ദേഹത്തിലൂടെ തങ്ങളുടെ ദൈവവിളിയും തിരിച്ചറിഞ്ഞു. സെമിനാരി വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ ഇന്നോളം കുറ്റിക്കലച്ചനിലൂടെ ദൈവഹിതം തിരിച്ചറിഞ്ഞ് ദൈവവേലയ്ക്കായി ഇറങ്ങിയവർ ഏറെയുണ്ട്. ഒരുപക്ഷെ എക്കാലവും ദൈവം അദ്ദേഹത്തിൽ ഭരമേൽപ്പിച്ച വിസ്മയനീയമായ ഒരു ദൗത്യം തന്നെയായിരുന്നു ദൈവവിളി പ്രോത്സാഹനം. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ ആവുന്നത്ര ഭവനങ്ങൾ സന്ദർശിക്കുവാനും ക്രിസ്തുവിലുള്ള ഐക്യത്തിൽ അനേകരോടൊപ്പം സൗഹൃദത്തിൽ നിലനിൽക്കുവാനും തനിക്ക് കഴിഞ്ഞിരുന്നതായി അദ്ദേഹം ഓർമ്മിക്കുന്നു. സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഡ്മിനിസ്ട്രേഷനിലോ ലീഡർഷിപ്പിലോ ഒന്നും സമർത്ഥനല്ലാഞ്ഞതുകൊണ്ട് അവധിക്കാലങ്ങളിൽ വെക്കേഷൻ ഡ്യൂട്ടിക്ക് സെമിനാരിയിൽ തന്നെ നിൽക്കുക എന്ന അത് എനിക്ക് നിർബന്ധം അല്ലായിരുന്നു. അതിനായി എന്നോട് അങ്ങനെ മേലധികാരികൾ ആവശ്യപ്പെട്ടുമില്ല. അത് ദൈവത്തിൻ്റെ ഒരു സ്നേഹ പദ്ധതിയായിരുന്നു. അതിനാൽ അവധിക്കാലം ഞാൻ എൻ്റെ സ്വന്തം ഇടവകയായ പുറക്കാട് മാനസിക ഇടവകയിലെ വിവിധ മതസ്ഥരായ സഹോദരങ്ങളുടെ വീടുകൾ സന്ദർശിക്കുവാനും
അങ്ങനെ കുടുംബ സന്ദർശന എന്ന അജപാലന ശുശ്രൂഷ, അതിലൂടെ കുടുംബങ്ങളെ ബലപ്പെടുത്തുക, ശക്തിപ്പെടുത്തുക, പടുത്തുയർത്തുക എന്ന സ്നേഹ ശുശ്രൂഷ ചെയ്യുവാൻ പരിശീലിപ്പിക്കപ്പെടുവാൻ ഇടവന്നു. അതിലും പ്രത്യേകമായി ഉണ്ടായ വലിയൊരു നന്മ, വൈകുന്നേരങ്ങളിൽ എൻ്റെ അച്ചായൻ്റെ ജ്യേഷ്ഠാനുജന്മാർ തൊട്ടടുത്ത് തന്നെ എല്ലാവരും താമസിച്ചിരുന്നതുകൊണ്ട് അവരുടെയെല്ലാം കുഞ്ഞുങ്ങൾ ഒന്നിച്ച് ഞങ്ങൾ ജപമാല പ്രാർത്ഥനയെല്ലാം തുടങ്ങി. ഇന്ന് ഒരു വീട്ടിലാണ്, വിവിധ വീട്ടിൽ നിന്നുള്ള കുഞ്ഞുങ്ങളായ ഞങ്ങൾ വൈകുന്നേരം ജപമാല ചെല്ലുന്നതെങ്കിൽ നാളെ മറ്റൊരു വീട്ടിലായിരിക്കും. പാട്ടുകൾ പാടിയും ആഘോഷമായിട്ടുമാണ് ആ ജപമാല അർപ്പണം നടത്തിയിരുന്നത്. ജപമാലയിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ 2ാം തലമുറയായ ഞങ്ങൾ കൊരുത്തിയേർക്കപ്പെടുകയായിരുന്നു. കർത്താവിനോടും തിരുസഭയോടും. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ജോർജ് ടി കൊച്ചായൻ അവധിക്ക് വരിക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വലിയ ആനന്ദമായിരുന്നു. അവധി കിട്ടാൻ ഞങ്ങളിങ്ങനെ കാത്തിരിക്കുമായിരുന്നു. അമ്മയോട് ചെന്ന് ഞങ്ങൾ ചോദിക്കുക, എന്നാ കൊച്ചായൻ വരുന്നത്? അങ്ങനെ കാത്തിരിക്കുന്ന നാളുകളുണ്ടായിരുന്നു. കൊച്ചായൻ വന്നു കഴിയുമ്പോൾ കൊച്ചു പെങ്ങാന്മാർക്കും കൊച്ചനുജന്മാർക്കും വലിയ സന്തോഷമായിരുന്നു. കാരണം കൊച്ചായൻ എല്ലാ വീടുകളിലും വരും, വന്നിരുന്ന വിശേഷങ്ങളൊക്കെ അന്വേഷിക്കും. വൈകുന്നേരങ്ങളിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടും. ഓരോ വീടുകളിലും മാറി മാറി ഞങ്ങൾ പ്രാർത്ഥന വയ്ക്കും. ഓരോ വീടുകളിലും മാറി മാറി വയ്ക്കുമ്പോൾ അവരവരുടെ വീടുകളിൽ വരുമ്പോൾ അവരവർക്ക് സന്തോഷമായിരുന്നു. അതുപോലെ തന്നെ ചെറിയ ചെറിയ കളികളും പാട്ടുകളുമൊക്കെ. അന്ന് ആ കൊച്ചു പ്രാർത്ഥനകളിലും വീടുകളിലും നടന്ന പ്രാർത്ഥനകളിലൊക്കെ സമ്മേളിച്ചിരുന്ന മക്കളിൽ 5 പേർ ഇന്ന് സിസ്റ്റേഴ്സായിട്ട് വിവിധ കോൺഗ്രിഗേഷനിൽ കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. കൊച്ചായൻ്റെ നല്ല വാക്കുകളും പ്രോത്സാഹനങ്ങളും ജീവിതമൊക്കെയാണ് ഞങ്ങളെ ഇതിനൊക്കെ കൂടുതൽ പ്രചോദിപ്പിച്ചത്. ഇപ്പോഴും അതൊക്കെ തുടർന്നുകൊണ്ടിരിക്കാറുണ്ട്. ഞങ്ങളുടെ ഓരോ ജീവിത സാഹചര്യങ്ങളിലും ഫോൺ വഴിയായും ഞങ്ങളെ വന്ന് കണ്ടും നല്ല പുസ്തകങ്ങൾ തന്നും ഒക്കെ ഞങ്ങളെ ഇപ്പോഴും പ്രചോദിപ്പിച്ചു കൊണ്ടിരിക്കാറുണ്ട്. ബഹുമാനപ്പെട്ട കുറ്റിക്കലച്ചൻ്റെ മുൻ തലമുറയിൽപ്പെട്ട ബ്രദർ എമ്മാനുവൽ തൻ്റെ ജീവിതത്തിൽ അനേക ദൈവവിളികൾ തിരിച്ചറിഞ്ഞ് വളർത്തിയെടുത്ത ഒരു ആത്മീയ പ്രതിഭയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൺമുന്നിൽ വളർന്ന് ദൈവവിളി സ്വീകരിച്ച കുറ്റിക്കലച്ചൻ്റെ ജീവിതത്തിൽ ആ സമർപ്പിതൻ്റെ ജീവിതം വലിയ സ്വാധീനം ചെലുത്തി. പിൽക്കാലത്ത് ദൈവവിളി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഏറെ അധ്വാനിക്കുന്നതിനും അത് ഒരു പ്രധാന ലക്ഷ്യമായി തിരിച്ചറിയുന്നതിനും ബ്രദർ എമ്മാനുവൽ കുറ്റിക്കലിൻ്റെ ജീവിതമാണ് തനിക്ക് മാതൃകയായതെന്ന് അച്ഛൻ ഓർമ്മിക്കുന്നു. നിത്യപുരോഗതനായ ഈശോയുടെ അമ്മയായ കന്യകാമറിയം, എല്ലാ സമർപ്പിതരുടെയും പ്രിയപ്പെട്ട അമ്മയായ കന്യകാമറിയം, ആ ജപമാല കൂട്ടായ്മ തിരുസഭയ്ക്ക് വേണ്ടി ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ദൈവവിളികളെ പരിപോഷിപ്പിക്കുവാനുള്ള അവസരമാക്കി തീർത്തത് പിന്നീടുള്ള എൻ്റെ അജപാലന ശുശ്രൂഷയിൽ ദൈവവിളികളെ പരിപോഷിപ്പിക്കുക എന്നതിന് എൻ്റെ ജീവിതത്തിൻ്റെ ശൈലിയും എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആനന്ദവുമായി തീർന്നു.
എൻ്റെ അച്ചായൻ്റെ ജ്യേഷ്ഠൻ ബ്രദർ എമ്മാനുവൽ കപ്പുച്ചിൻ ഞങ്ങൾ കുട്ടികളായിരുന്നപ്പോൾ വീട് സന്ദർശിക്കുന്ന സമയത്ത് ഞങ്ങളോട് ഓരോ സന്ദർശന അവസരത്തിൽ ചോദിക്കും, ആൺകുട്ടികളോട് അച്ഛനാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ, പെൺകുട്ടികളോട് സിസ്റ്ററാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ. ആഗ്രഹം പറഞ്ഞാൽ ഉടനെ തന്നെ പോക്കറ്റിൽ കൈയിട്ട് ഒരു ജപമാല എടുത്ത് ഞങ്ങൾക്ക് സമ്മാനമായി തരും. അങ്ങനെ എല്ലാ വർഷവും ആ സമ്മാനം ഞങ്ങൾ വക്കച്ചാൻ എന്ന് വിളിക്കുന്ന ബ്രദർ എമ്മാനുവലിൽ നിന്നും എനിക്ക് സ്വീകരിക്കുവാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും, ഞങ്ങളുടെ സ്വന്തക്കാരുടെ കുടുംബങ്ങളിൽ നിന്നും, വിവാഹ ജീവിതം വഴി ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുടുംബങ്ങളിൽ നിന്നും ദൈവവിളികൾ ഉണ്ടാകുവാനും അത് വളരുവാനും ബ്രദർ എമ്മാനുവലിൻ്റെ ഭവന സന്ദർശനങ്ങൾ കാരണമാക്കിയത് എൻ്റെ ഹൃദയത്തിൽ മായാത്ത ഒരു മുദ്ര പതിപ്പിച്ചിരുന്നു. അതുകൊണ്ട് വിവിധ രൂപതകളിലെ ഇടവകളിൽ ശുശ്രൂഷ ചെയ്തപ്പോൾ ഏത് കുടുംബത്തിൽ ചെന്നാലും അവിടുത്തെ ആൺകുട്ടികളോട് മോനെ അച്ഛനാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുവാൻ, മോളെ സിസ്റ്ററാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുവാൻ, അതിനായിട്ട് പ്രാർത്ഥിക്കാൻ അവരോട് പറയുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഏറെ തീഷ്ണതയോടെ ദൈവശുശ്രൂഷയ്ക്കായി ഇറങ്ങിപ്പുറപ്പെടുന്ന അനേകരിൽ കരിസ്മാറ്റിക് നവീകരണം വരുത്തിയ മാറ്റങ്ങൾ വളരെ വലുതാണ്. മാനുഷികമായ അവരുടെ സമർപ്പണം തികഞ്ഞ പ്രാർത്ഥനാനുഭവത്തിൻ്റെ പിന്തുണയോടെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ പരിപോഷിപ്പിക്കപ്പെട്ടപ്പോൾ അവ അനന്തവും ദൈവികവുമായ ഫലങ്ങൾക്ക് കാരണമായി മാറി. ബഹുമാനപ്പെട്ട കുറ്റിക്കലച്ചൻ്റെ ജീവിതത്തിലും പ്രത്യേകിച്ച് ദൈവവിളിയെ തിരിച്ചറിഞ്ഞ് പരിപോഷിപ്പിക്കുന്ന കാര്യത്തിൽ നവീകരണാനുഭവം അതിശയകരമായി അദ്ദേഹത്തെ ശക്തിപ്പെടുത്തി. തൻ്റെ മുന്നിലെത്തുന്ന ശിശുക്കളെ അവർ ദൈവവിളിയുടെ മുദ്ര പതിപ്പിക്കപ്പെട്ടവരെങ്കിൽ തിരിച്ചറിയുവാനുള്ള വരം പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന് നൽകി. പിന്നീട് ധ്യാന ശുശ്രൂഷയിലേക്ക് കടന്നു വന്നപ്പോൾ കരിസ്മാറ്റിക് വരദാനങ്ങൾ അവിടെ നിന്ന് നിറച്ചപ്പോൾ കുഞ്ഞുങ്ങളെ കാണുമ്പോഴേ കർത്താവ് ദർശനത്തിൽ കാണിച്ചു തരും. അവൻ സന്യാസിനിയാകാനുള്ളതാണെങ്കിൽ ആ സന്യാസ വേഷം അണിഞ്ഞു നിൽക്കുന്നത് കാണിച്ചു തരും. വൈദികനാകാനുള്ളതാണെങ്കിൽ വൈദിക വസ്ത്രം ധരിച്ചു നിൽക്കുന്നതായി കാണിച്ചു തരും. ഞാൻ അവർക്കാണ് കുട്ടനാട്ടിൽ ചേന്നങ്കരി ഇടവകയിൽ ചെന്നപ്പോൾ ഒരു വല്യമ്മച്ചി ഒരു മകനെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനെയും കൂട്ടി എൻ്റെ അടുത്ത് വന്നു. അച്ഛാ, ഇവന് വേണ്ടി പ്രാർത്ഥിക്കണം, പഠിക്കാൻ ഇച്ചിരി പിന്നോക്കമാണ്, ആരോഗ്യം ഇച്ചിരി കുറവാണ്. ആ 7ാം ക്ലാസ്സുകാരൻ സോണിയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ സോണി വെള്ള ലോകയിടിഞ്ഞ ഒരു വൈദികനായി നിൽക്കുന്നത് ഈശോ എനിക്ക് കാണിച്ചു തന്നു. ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി, ഈ മകന് ആരോഗ്യക്കുറവും പഠിക്കാനുള്ള കഴിവുറവൊക്കെ ഈശോ കൊടുത്തിരിക്കുന്നത് ആരോഗ്യം നൽകി, പഠിക്കാനുള്ള കഴിവ് നൽകി തൻ്റെ ഒരു അഭിഷിക്തനാക്കി മാറ്റാനാ, ഒരു വൈദികനാകാനുള്ള കുഞ്ഞാണ്. എൻ്റെ മാമോദീസായുടെ അവസരത്തിൽ ഗിരിഗിരി കാട്ടാമ്പള്ളി അച്ഛൻ എന്നെക്കുറിച്ച് പറഞ്ഞത് മറ്റനേകരെക്കുറിച്ച് പറയുവാൻ ഉള്ള ഒരു അഭിഷേകമായി തീരുവാൻ തുടങ്ങുകയായിരുന്നു. ഇന്ന് ആ സോണി, ചേതങ്കരി ഇടവകയിലെ സോണി, ചാനാശ്ശേരി അതിരൂപതയിലെ പ്രശസ്ത
വലിയ അഭിഷേകത്തോടെ ധ്യാനിപ്പിക്കുന്ന ഫാദർ ഡോക്ടർ സോണി തെക്കുമുറി അച്ഛനായി, ഒരു മികച്ച അജപാലകനായി ഇപ്പോൾ ചങ്ങനാശ്ശേരിക്കടുത്ത മാമൂട് പള്ളിയുടെ വികാരിയായി ശുശ്രൂഷ ചെയ്യുന്നു. ബഹുമാനപ്പെട്ട കുറ്റിക്കലച്ചൻ്റെ ജീവിത മാതൃകയിലൂടെയും അദ്ദേഹം പകരുന്ന പ്രചോദനാത്മകമായ നല്ല ഉപദേശങ്ങളിലൂടെയും ദൈവിക ശുശ്രൂഷയുടെ മാഹാത്മ്യം തിരിച്ചറിയുന്നവർ അനവധിയാണ്. എന്നാൽ അതിനുമപ്പുറം ദൈവാത്മാവ് പ്രത്യേകമായി സമ്മാനിച്ച വിവേചന ശക്തിയിലൂടെ അദ്ദേഹം തിരിച്ചറിഞ്ഞ് തിരുസഭയ്ക്ക് സമ്മാനിച്ച അഭിഷിക്തരും സന്യസ്തരും ഏറെയുണ്ട്. അവർ ഓരോരുത്തരുടെയും അനുഭവങ്ങൾ അതിശയകരമാണ്. ഒരിക്കൽ ഒരു ഹോസ്പിറ്റലിലെ നഴ്സസിന് ധ്യാനം നടത്തുവാനായി ചെല്ലുമ്പോൾ ഏറ്റവും മുമ്പിലിരുന്ന് ധ്യാനം കൂടുന്ന ഒരു കൊച്ചു സിസ്റ്റർ എന്നെ സൂക്ഷിച്ചു നോക്കുന്നുണ്ടായിരുന്നു. ഇടവേളയിൽ പുറത്തു വെച്ച് എന്നെ കണ്ടെത്തിയപ്പോൾ എന്നോട് ആ കൊച്ചു സിസ്റ്റർ ചോദിച്ചു, അച്ഛൻ 14 വർഷം മുമ്പ് കോട്ടയത്ത് കാണക്കാരിയിലുള്ള തുവാനീസ ധ്യാന കേന്ദ്രത്തിൽ വന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ട്, അവിടെ ധ്യാനിപ്പിക്കാൻ വന്നിട്ടുണ്ട്. അന്ന് ഒരു 4 വയസ്സുകാരിയുടെ അച്ഛൻ്റെ മടിയിലിരുത്തി അച്ഛൻ തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞുകൊണ്ട്. അന്ന് അച്ഛൻ അങ്ങനെ പ്രാർത്ഥിച്ചത് എനിക്ക് വേണ്ടിയായിരുന്നു. അന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു, മോളെ ഈശോയുടെ മണവാട്ടിയാകാൻ ഈശോയ്ക്ക് മോളെ ആവശ്യമുണ്ട്, ഒരു സിസ്റ്ററാകാൻ ഈശോ മോളെ വിളിക്കുന്നുണ്ട്. അച്ഛ, അന്നാണ് എനിക്ക് ദൈവവിളി കിട്ടിയത്. ഞാൻ അച്ഛന് നന്ദി പറയുന്നു. വളർന്നുവരുന്ന കുഞ്ഞുങ്ങളെ എന്നതിനേക്കാൾ മാതാപിതാക്കളെയും വിവാഹിതരാകാൻ ഒരുങ്ങുന്ന യുവതി യുവാക്കളെയും ഒരുക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട കുറ്റിക്കലച്ചൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നല്ല അഭിഷിക്തരുടെയും സമർപ്പിതരുടെയും പിന്നിൽ അവരുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയും ഒരുക്കവുമായിരിക്കുമെന്ന വലിയ സത്യം അദ്ദേഹത്തിൻ്റെ തിരിച്ചറിവാണ്. അതിനാൽ തന്നെ തനിക്ക് മുന്നിലെത്തുന്ന യുവതി യുവാക്കളെയും മാതാപിതാക്കളെയും തങ്ങൾക്ക് പിറക്കാനിരിക്കുന്ന മക്കൾക്കായി ഒരുക്കുവാൻ അദ്ദേഹം പരിശ്രമിക്കുന്നു. ചില അവസരങ്ങളിൽ തനിക്കരികിലെത്തുന്ന മാതാപിതാക്കളുടെ ഭാവി സന്താനങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം തനിക്ക് വെളിപ്പെടുത്തപ്പെട്ട് കിട്ടിയതിനെക്കുറിച്ചും അദ്ദേഹം സ്മരിക്കുന്നു. അടുത്ത കാലത്ത് പാറമ്പുഴ ഇടവകയിൽ ഒരു തിരുപ്പട്ടത്തിന് ചെന്നപ്പം ഒരപ്പനോടി എൻ്റെ അടുക്കൽ വന്നു, അച്ഛാ, എൻ്റെ മകൻ ഇപ്പോൾ സെമിനാരിയിൽ 6ാം വർഷമാണ്. അച്ഛൻ മുമ്പൊരിക്കൽ ഈ ഇടവകയിൽ വന്നപ്പോൾ ഞാനും ഭാര്യയും കൂടെ അച്ഛൻ്റെ അടുക്കൽ ഒരു കുഞ്ഞുമായി പ്രാർത്ഥിക്കാൻ വന്നു. അച്ഛൻ എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഇനിയും ജനിക്കാനിരിക്കുന്ന കുഞ്ഞ് അത് ഈശോയ്ക്ക് വേണ്ടിയുള്ളതാ, വൈദികനാകാനുള്ളതാ. അതുകൊണ്ട് പ്രാർത്ഥിച്ചു ഒരുങ്ങുക, കുഞ്ഞിനെ ഉദരത്തിൽ ജനിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ എന്ന് പറഞ്ഞ് എൻ്റെ ഭാര്യയുടെ തലയിൽ കൈവച്ച് അങ്ങ് പ്രാർത്ഥിച്ചു. എൻ്റെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അച്ഛാ, അങ്ങനെ ഞങ്ങൾക്കുണ്ടായ കുഞ്ഞാണ്. അപ്പോഴേക്കും സെമിനാരിൽ പഠിക്കുന്ന മകൻ
ഓടി ഞങ്ങളുടെ അടുത്തെത്തി. പഠനം പൂർത്തിയാക്കി അവർ സെമിനാരിൽ ചേരേണ്ട, മഠത്തിൽ ചേരേണ്ട ഒരു സമയത്തല്ല ദൈവവിളിയുടെ വിത്തിടേണ്ടത്. പിന്നെയോ വിത്തിടേണ്ടത് അവരുടെ മാതാപിതാക്കളിലാണ്. ഭാവിയിൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുന്ന യുവതീ യുവാക്കന്മാരിലാണ്. വിവാഹത്തിന് മുമ്പ് മുതലേ അവരുടെ മക്കളിൽ നിന്ന് വൈദികരും സന്യസ്തരും അൽമായ പ്രേക്ഷിതരും ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ച് ഭാവിയിലെ ദമ്പതികൾ ഇപ്പോഴേ ഒരുങ്ങുമ്പോൾ അവരുടെ കുടുംബത്തിൽ ദൈവം കൃപ ചെയ്യും. ദൈവവിളിക്കായും ദൈവഹിതത്തിൻ്റെ പൂർത്തീകരണത്തിനായും ആവശ്യമായ പ്രാർത്ഥനയെക്കുറിച്ച് ബഹുമാനപ്പെട്ട കുറ്റിക്കൽ അച്ഛൻ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാനും മക്കൾ ദൈവഹിതം തിരിച്ചറിഞ്ഞ് നന്മയുടെ പൂർണ്ണതയിൽ വളരുവാനും മാതാപിതാക്കളുടെ പൂർണ്ണബോധ്യത്തോടെയുള്ള പ്രാർത്ഥന അത്യന്താപേക്ഷിതമാണ്. വിശ്വാസവും ആത്മീയ സത്യങ്ങളും ചോദ്യം ചെയ്യപ്പെടുകയും വിശ്വാസികൾ ഏറെ വെല്ലുവിളികൾ നേരിടുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കും തിരുസഭ മുഴുവനും ഈ വാക്കുകൾ വെളിച്ചം പകരുന്നു. ഞാൻ ഓർക്കുന്നത് വിശുദ്ധ എമിലിയയാണ്. ഒരു രക്തസാക്ഷിയുടെ മകളാണ് വിശുദ്ധ എമിലിയ. എമിലിയ ഒരു പുണ്യവതിയാകാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ തീരുമാനമെടുത്തു. തന്നെ വിശുദ്ധിയാക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. തീവ്രമായി ഉള്ള ആഗ്രഹത്തെ വളർത്തിയെടുക്കാൻ തുടങ്ങി. അപ്പോൾ ഈശോ അവൾക്ക് വെളിപ്പെടുത്തി. അവളെ ഈശോ വിളിക്കുന്നത് കുടുംബജീവിതത്തിലേക്കാണെന്ന്. അവൾ പറഞ്ഞു, ഈശോയെ അങ്ങയുടെ ഇഷ്ടം അതാണെങ്കിൽ അത് നിറവേറട്ടെ. അങ്ങനെ ദൈവേഷ്ടം അറിഞ്ഞ അവൾ, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ആ ദൈവേഷ്ടം അറിഞ്ഞ അവൾ ഭാവി കുടുംബജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഭാവിയിൽ തനിക്ക് ലഭിക്കാനിരിക്കുന്ന ഭർത്താവ് ആരാന്ന് അവൾക്ക് അറിഞ്ഞുകൂടാ. ആ ഭർത്താവിന് വേണ്ടി അവൾ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും നോമ്പെടുക്കാൻ തുടങ്ങി. അവൾക്ക് അറിഞ്ഞുകൂടാത്ത ഭാവി ഭർത്താവിനെ ഈശോയിൽ കണ്ടുകൊണ്ട് ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും അവൾ നോമ്പെടുക്കാൻ തുടങ്ങി. ഭാവി ഭർത്താവ് ഒരു വിശുദ്ധനായി തീരണം. അവൾ മാത്രം വിശുദ്ധിയായ പോലെ. അങ്ങനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുമ്പോൾ പിന്നീട് അവൾ കുറച്ചുകൂടെ പ്രായമായപ്പോൾ വെള്ളിയാഴ്ചകളിൽ ഉപവസിക്കാൻ തുടങ്ങി. ഭാവിയിൽ ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. ആ വിവാഹം കഴിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ ഭാവിയിൽ ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർ വിശുദ്ധരാകാൻ വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവൾ ഓർത്തു, ഞാൻ വിവാഹിതയായി കടന്നു ചെല്ലുന്ന കുടുംബത്തിൽ അമ്മായിപ്പനോ അമ്മായിമ്മയോ മറ്റുള്ളവരെ കാണുമല്ലോ. അവർക്ക് വേണ്ടിയും അവൾ ശനിയാഴ്ച കൂടി ഉപവസിക്കാൻ തുടങ്ങി. അവരും വിശുദ്ധരായിത്തീരണം. സാധാരണ രീതി നാം ചിന്തിച്ചാൽ നടക്കാൻ പോകുന്നൊരു കാര്യമല്ല ഇത്. എല്ലാവരും പുണ്യവാനൊരു കുടുംബത്തിൽ നിന്ന് പുണ്യവതിയായിത്തീരുക നടക്കാൻ പോകുന്ന കാര്യമാണോ? എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. അത് നടന്നു. സഭാചരിത്രത്തിലെ സ്വർണ്ണലിപികളിൽ എഴുതി ചേർക്കപ്പെടത്തക്ക രീതിയിൽ അത് നടന്നു. ആ എമിലിയാണ് വിശുദ്ധ എമിലിയ. ആ എമിലിയായുടെ മൂത്ത മകനാണ് സഭാപിതാവായ പുണ്യവാനായ താമസപിതാവായ കേസറിയയിലെ മെത്രാനായിരുന്ന വിശുദ്ധ ബേസിൽ.
ആ എമീലിയയുടെ രണ്ടാമത്തെ മകനാണ് നീസായിലെ മെത്താനും സഭാപിതാവുമായ നീസായിലെ വിശുദ്ധ ഗിരിഗിരി. അവളുടെ മൂന്നാമത്തെ മകനാണ് സബാസ്തേ രൂപതയുടെ മെത്രാനായിരുന്ന സഭാപിതാവായ വിശുദ്ധ പീറ്റർ. ദൈവിക ജ്ഞാനം കൊണ്ട് നിറഞ്ഞ ശ്രേഷ്ഠരായ 3 മെത്രാന്മാർ, 3 സഭാപിതാക്കന്മാർ. നോക്കുക, വിവാഹ ജീവിതത്തിനായി വർഷങ്ങളിലൂടെ നോമ്പെടുത്ത് പ്രാർത്ഥിച്ച് ഭാവി ഭർത്താവിനെയും മക്കളെയും മുന്നിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങുവാൻ ഒരു പെൺകുട്ടി തയ്യാറായപ്പോൾ അത് തിരുസഭയ്ക്കും ലോകത്തിനും എത്ര വലിയ അനുഗ്രഹമായി. ആ എമിലിയായുടെ മകളാണ് തപസ്വിനികളുടെ അമ്മയായ വിശുദ്ധ കൊച്ചു മക്രീന. അവിടെയും തീരുന്നില്ല. ആ എമിലിയായുടെ അമ്മായിയമ്മയാണ് വിശുദ്ധ വലിയ മക്രീന. എമിലിയായുടെ ഭർത്താവാണ് വലിയ ബേസിൽ. അപ്പൻ്റെയും മകൻ്റെയും പേര് ബേസിൽ തന്നെ ആയതുകൊണ്ട് അപ്പൻ വലിയ ബേസിൽ എന്നല്ലോ വിളിക്കപ്പെടുന്നു. അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്നും 7 വിശുദ്ധർ, 3 സഭാപിതാക്കന്മാർ, ഒരു പെൺകുട്ടി പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവപദ്ധതിക്ക് അമ്മയോട് ചേർന്ന് സമർപ്പിച്ചപ്പോൾ സംഭവിച്ചത്. പരശുദ്ധമാത്മാക്കൾക്ക് വഴികാട്ടിയാകുവാനും ഈ ഭൂമിയിൽ തൻ്റെ കരുണയുടെ കരസ്പർശമാകുവാനും ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത ഒരു ശുശ്രൂഷകൻ. അദ്ദേഹത്തിൻ്റെ കാലടികളും തിരിച്ചറിവുകളും അനന്തമായ ദൈവപരിപാലനയുടെ സന്ദേശം ലോകത്തിന് പകരുന്നു. എക്കാലവും ഈ വഴികളിൽ ദൈവഹിതം പൂവണിയുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. അവരവർക്ക് കിട്ടിയ ദൈവവിളിയെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തോടുകൂടിയും അമ്മയോട് ചേർന്നും ഹൃദയത്തിൽ സംഗ്രഹിച്ച് വീണ്ടും 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 ധ്യാനിച്ചുകൊണ്ടിരിക്കണം. ഒരിക്കൽ ഒരു വിളി കിട്ടി, ഇനിയൊന്നും ചെയ്യാനില്ല, വിളിയെ പിന്തുടർന്നാൽ മാത്രം മതി എന്ന് കരുതരുത്. അങ്ങനെ ഞാൻ ആദ്യം ഇറങ്ങി ടാക്സി വേഗം വിളിച്ചു ബൂത്തിലേക്ക് പോയി. ഞാൻ വോട്ട് ചെയ്യാനായിട്ട് അകത്ത് കയറി നിൽക്കുമ്പോൾ വോട്ടിംഗ് ഇലക്ഷൻ ഓഫീസേഴ്സുമായിട്ട് എൻ്റെ വോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്യുമ്പോൾ ഈശോ പറയുന്നത് ഈ പുറത്തേക്ക് നോക്കാൻ പറഞ്ഞു. പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരുപറ്റം ആളുകൾ മാരകായുധങ്ങളുമായി നിരായുധരായ മറ്റൊരു കൂട്ടം ആളുകളെ ആക്രമിക്കാൻ തുടങ്ങുക. കൽക്കട്ട ഹൗറ റെയിൽവേ സ്റ്റേഷനിൽ ഡാർജിലിംഗിലേക്ക് ധ്യാനത്തിൽ പങ്കെടുക്കാൻ പോകുന്നതിന് കാത്തിരിക്കുമ്പോഴാണ് ദൈവം അവളോട് വീണ്ടും സംസാരിക്കുന്നത്. അങ്ങനെ വീണ്ടും വീണ്ടും ദൈവം സംസാരിച്ചു. അങ്ങനെ MC സിസ്റ്റേഴ്സ് എന്ന MC ബ്രദേഴ്സ്, MC ഫാദേഴ്സ് എന്നൊക്കെ വിളിക്കുന്ന ഓവയുടെ വൈദികരും ഓവയുടെ സിസ്റ്റേഴ്സും ഓവയുടെ മൗനവ്രതക്കാരും എല്ലാം ഉണ്ടാകുവാൻ ഇടവന്നു.